ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നഗരസഭയുടെ അയിനാട്ടോ, ഇല്ല നടക്കില്ല. നഗരസഭയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടം നടത്തുന്ന ബങ്കുകൾ പൊളിക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയം നോക്കിയാണ് ബങ്കുകൾ പൊളിക്കുന്നതെന്ന് ആരോപിച്ച് INTUC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് തടഞ്ഞു. നഗരസഭയുടെ ട്രാക്ടർ തൊഴിലാളികൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. നിലമ്പൂർ OCK പടിയിലുള്ള പെട്ടിക്കടയാണ് രാവിലെ 8 മണിയോടെ പൊളിക്കാൻ തുടങ്ങിയത്. CITU യൂണിയനിൽപ്പെട്ട ആരുടെയും ബങ്കുകൾ പൊളിക്കാതെ UDF അനുകൂല തൊഴിലാളികളുടെ ബങ്കുകൾ തെരഞ്ഞുപിടിച്ചാണ് പൊളിച്ചു മാറ്റുന്നതെന്നാണ് ആക്ഷേപം. ശിവകുമാറിന്റെ ബങ്കാണ് ആദ്യം പൊളിക്കാൻ തുടങ്ങിയത്. കോൺക്രീറ്റ് പണിയായിരുന്നു, പണിയൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് തുടങ്ങിയിട്ട് ആർക്കും തന്നെ ഒരു പ്രശ്നമില്ല. ഫോറസ്റ്റുകാരോട് ചോദിച്ചു, സാറെ ഇവിടെ വെച്ചോട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നഗരസഭ ഇന്ന് ഹെൽത്തിന്റെ ആൾക്കാർ ആദ്യം 2 പ്രാവശ്യം വന്നിട്ട് എന്നോട് ഇവിടെ വെക്കാൻ പറ്റൂല, ഇവിടുന്ന് എടുത്തു മാറ്റും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറയും, ഇല്ലെങ്കിൽ ഓരോ പണി എന്തെങ്കിലും ഏർപ്പാടാക്കി തന്നോട്ടെ. എനിക്ക് 3 പെൺമക്കളെ, എന്റെ കുടുംബം പോയിട്ടാണ്. ഇന്ന് രാവിലെ 4:30 വന്ന് കഴിച്ച് ഉറക്കം കൂടി കിട്ടിട്ടില്ല. 8 മണി 9 മണി വരെ നിൽക്കും. എന്നിട്ട് കിട്ടുന്ന 300-350 കിട്ടുന്നുള്ളൂ. ഇതിലേറെ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാം. ഒരു സ്ഥലമില്ലാത്ത സ്ഥലമാണ്. നമ്മളെന്നെ അവിടെ നോക്കിക്കോ, വണ്ടി നിർത്തി കഴിഞ്ഞാൽ റോഡ് മുളം കൂടി വെച്ചിട്ടില്ല. നമ്മൾ അതിന് മാന്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു ചായം കൊണ്ട് അപ്പുറത്ത് 10 രൂപയ്ക്ക് വേണ്ടിട്ട് ഞാൻ അതില് ഗ്ലാസ് കൊണ്ട് കൊടുക്കുമ്പോൾ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ 2 കൂടി എടുക്കും. നാട്ടുകാരും INTUC തൊഴിലാളികളും ചേർന്ന് ശിവകുമാറിന് നിർമ്മിച്ചു നൽകിയതാണ് ബങ്ക്. സമീപത്ത് CITU കൊടികെട്ടിയ ബങ്ക് പൊളിച്ചിട്ടില്ല. ഇതോടെ INTUC തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയുടെ ജീവനക്കാരെയും വാഹനങ്ങളും തടയുകയായിരുന്നു. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ KP ഡിൻഡോയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ജീവനക്കാർ പൊളിക്കാനെത്തിയത്. റെഡ് സോണിലെ അനധികൃത കടകളാണ് പൊളിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ റെഡ് സോണിലേത് പൊളിക്കാനാണെങ്കിൽ ആശുപത്രി റോഡ്, ടൗൺ എന്നിവിടങ്ങളിലേതാണ് ആദ്യം പൊളിക്കേണ്ടതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രാഷ്ട്രീയം നോക്കി ബങ്ക് പൊളിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്നും പൊളിക്കുന്നെങ്കിൽ CPM പ്രവർത്തകരുടെ ബങ്കുകൾ ആദ്യം പൊളിക്കണമെന്നും റഹീം ചോലയിൽ ആവശ്യപ്പെട്ടു. ഇവിടെ നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളൊക്കെ പാടെ ഒരുമിച്ച് സാധാരണ ഒരുത്തർ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവൻ ഈ ബങ്ക് ഇട്ട് കൊടുത്തത്. ഈ നാട്ടുകാരൊക്കെ സഹായകം ഉണ്ടായി കൊടുത്തൊരു ബങ്കാണ്. ആ ബങ്ക് ഇവിടെ ഇട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ സംയുക്തമായി തീരുമാനമെടുത്തിട്ട് ഇട്ട ബങ്കാണ്. ആ ബങ്ക് പൊളിക്കാൻ വേണ്ടി പോലീസും മുനിസിപ്പാലിറ്റിയും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നിക്കുക. അവരിവിടെ കഴിഞ്ഞ 1 മാസം മുമ്പ് ബൈപ്പാസിൽ പൊളിച്ചിട്ടുള്ള ആ ബങ്ക്, പൊളിച്ച ബങ്ക് അവിടെ CITUവിന്റെ കൊടി കെട്ടിയതിനു ശേഷം ആ ബങ്ക് അവിടെ നിലനിർത്തി. അതിനൊരു പ്രശ്നമല്ല, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷന്റെ ടൈമിന് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, തൊഴിലാളികളെ തമ്മിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും ഇറങ്ങിയിരിക്കുക. എന്നിട്ട് ഈ ബങ്ക് മുഴുവൻ പൊളിച്ചു കൊണ്ടുപോകുക. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇന്ന് 10 മണിക്ക് സെക്രട്ടറി സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാവരും വിളിച്ചതാ, സംസാരിക്കാന്ന് പറഞ്ഞതാ. അതിന്റെ മുമ്പാണ് CPMന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ലെറ്ററും കൊണ്ട് ഇവിടുത്തെ INTUCക്കാരെ ബങ്ക് മുഴുവൻ ആദ്യം പൊളിക്കാൻ ഓർഡർ ഇട്ടിട്ടുള്ളത്. ആ CITUവിന്റെ പൊളിച്ച ബങ്ക് അവിടെ
അത് അവിടെ തന്നെ നിലനിൽക്കുക. CITന്റെ കൊടി കെട്ടിയിട്ട് ആദ്യം അത് പൊളിക്കട്ടെ, അവിടുന്ന് തുടങ്ങട്ടെ പണി. ഞങ്ങളെതിരല്ല, മാറ്റണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്, മാറ്റിക്കൊടുക്കും. ആദ്യം അത് മാറ്റട്ടെ, അതിനുശേഷം INTC-കാരും റെഡിയാണ്, എന്തെല്ലാ പങ്കും ഞങ്ങൾ മാറ്റിക്കൊടുക്കും. പക്ഷെ നിയമം എല്ലാവർക്കും ഒരേമാതിരിയാ, അത് ചെയ്യണം. ഈ ഇലക്ഷന്റെ ടൈമിന് കാണിക്കുന്ന പോലീസും മുനിസിപ്പാലിറ്റിയും കാണിക്കുന്ന ഈ ധിക്കാരപരമായ പരിപാടി INTC ശക്തമായി എതിർക്കുമെന്നാണ് പറയാനുള്ളത്. പോലീസ് സ്ഥലത്തെത്തി മുൻ KPCC സെക്രട്ടറി VA കരീം പോലീസുമായി ചർച്ച നടത്തി. ചർച്ച പരാജയപ്പെട്ടതോടെ CI സാജുവിന്റെ നേതൃത്വത്തിൽ INTUC നേതാക്കളായ റഹീം ചോലയിലിനെയും TMS ആസിഫിനെയും അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്തുണയ്ക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൈഫു ഏനാന്തിയെയും മൂർഖൻ മാനുവിനെയും അറസ്റ്റ് ചെയ്തു നീക്കി. ട്രാക്ടർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.